ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ കുഡ് ഹാവ് ഇതിന്റെ ഉപയോഗമാണ്. മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ കുഡും ഹാവും നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിവിനെ കാണിക്കുവാൻ, എനിക്ക് പാടാൻ കഴിഞ്ഞു, ഐ കുഡ് സിംഗ്. ഹാവ് അതുപോലെ പൊസിഷനെ കാണിക്കാൻ, ഐ ഹാവ് എ ഹൗസ്, എനിക്കൊരു വീടുണ്ട്. ആ രീതിയിൽ ഉപയോഗം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ കുഡ് ഹാവ് എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥമാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഉദാഹരണമായിട്ട് എനിക്ക് എഴുതാമായിരുന്നു, നിനക്ക് വരാമായിരുന്നു, അവന് പാടാമായിരുന്നു. ഇങ്ങനെ മലയാളത്തിൽ നമ്മൾ പറയുന്ന വാചകങ്ങളാണ് ഇംഗ്ലീഷിലെ കുഡ് ഹാവ് വെച്ച് പറയുന്നത്. ഈ വാചകം ഉണ്ടാക്കുന്ന രീതിയും നമ്മൾ കണ്ടു കഴിഞ്ഞു. സബ്ജക്റ്റ് വയ്ക്കും, അതിൻ്റെ കൂടെ കുഡ് ഹാവ്, അതിൻ്റെ കൂടെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് വയ്ക്കുക. അങ്ങനെ നമ്മൾ വാചകം ഉണ്ടാക്കുന്നത്. 3 വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് എഴുതാമായിരുന്നു, ഐ കുഡ് ഹാവ് റിട്ടൺ. അതിന്റെ ചോദ്യം എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് എഴുതാമായിരുന്നു. അർത്ഥം നോക്കി പഠിക്കുക. കുഡ് ഐ ഹാവ് റിട്ടൺ. മൂന്നാമത്തേത് നെഗറ്റീവ് വാചകം, എനിക്ക് എഴുതുവാൻ കഴിയുമായിരുന്നില്ല, ഐ കുഡിൻ ഹാവ് റിട്ടൺ. ഇന്ന് നാം കാണുന്നത് 4ാമത്തെയും അവസാനത്തെയും വാചകമാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവായിട്ടുള്ള ചോദ്യം. ഈ വാചകം ഉണ്ടാക്കുന്ന രീതി വളരെ എളുപ്പമാണ്. ഈ വാചകത്തിൽ ഐ കുഡിൻ ഹാവ് റിട്ടണിലെ കുഡിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ ചോദ്യമായി എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടുക. എനിക്ക് എഴുതാമായിരുന്നില്ലേ, കുഡിൻ ഐ ഹാവ് റിട്ടൺ, കുഡിൻ ഐ ഹാവ് റിട്ടൺ. നിനക്ക് വരാമായിരുന്നില്ലേ, കുഡിൻ യു ഹാവ് കം, കുഡിൻ യു ഹാവ് കം. അവൻ അത് ചെയ്യാമായിരുന്നില്ലേ, കുഡിൻ ഹി ഹാവ് ഡൺ ഇറ്റ്, കുഡിൻ ഹി ഹാവ് ഡൺ ഇറ്റ്. ഇങ്ങനെയുള്ള വാചകങ്ങൾ മലയാളത്തിൽ പറയില്ലേ, അതാണ് ഇംഗ്ലീഷിൽ ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കുഡിൻ ഐ ഹാവ് റിട്ടൺ, കുഡിൻ ഐ ഹാവ് റിട്ടൺ. എനിക്ക് എഴുതാമായിരുന്നില്ലേ. കുഡിൻ ഐ ഹാവ് ഗോൺ, എനിക്ക് പോകാമായിരുന്നില്ലേ. കുഡിൻ ഐ ഹാവ് ഹെൽപ്ഡ്, എനിക്ക് സഹായിക്കാമായിരുന്നില്ലേ. കുഡിൻ ഐ ഹാവ് കട്ട് ദ ട്രീ, എനിക്ക് ആ മരം മുറിക്കാമായിരുന്നില്ലേ. കുഡിൻ ഐ ഹാവ് ബ്രോട്ട് എ ബുക്ക്, എനിക്കൊരു പുസ്തകം കൊണ്ടുവരാമായിരുന്നില്ലേ. കുഡിൻ ഐ ഹാവ് സങ്, എനിക്ക് പാടാമായിരുന്നില്ലേ. അടുത്തത് നമുക്ക് യുവിലേക്ക് പോകാം. വി ഇതുപോലെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുക. കുഡിൻ യു ഹാവ് റിട്ടൺ, കുഡിൻ യു ഹാവ് റിട്ടൺ. നിനക്ക് എഴുതാമായിരുന്നില്ലേ. കുഡിൻ യു ഹാവ് ഗോൺ, നിനക്ക് പോകാമായിരുന്നില്ലേ. കുഡിൻ യു ഹാവ് ഹെൽപ്ഡ്, നിനക്ക് സഹായിക്കാമായിരുന്നില്ലേ. കുഡിൻ യു ഹാവ് കട്ട് ദ ട്രീ, നിനക്ക് ആ മരം മുറിക്കാമായിരുന്നില്ലേ. കുഡിൻ യു ഹാവ് ബ്രോട്ട് എ ബുക്ക്, നിനക്കൊരു പുസ്തകം കൊണ്ടുവരാമായിരുന്നില്ലേ. കുഡിൻ യു ഹാവ് സങ്, നിനക്ക് പാടാമായിരുന്നില്ലേ. അടുത്തത് ഹി വെച്ച് നോക്കാം. അവൻ, അയാൾ, അദ്ദേഹം, എല്ലാത്തിനും ഹി ആണ്. സിംഗുലർ ആണെങ്കിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, ഹീക്ക് ശേഷം ഇവിടെ ഹാസ് കൊണ്ടുപോയി വെച്ചേക്കരുത്, കുഡ് ഹാവ് ആണ് ഉപയോഗിക്കുക. അതൊരിക്കലും മാറില്ല. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അത് തന്നെ ആയിരിക്കും ഉപയോഗിക്കുക. കുഡിൻ ഹി ഹാവ് റിട്ടൺ, കുഡിൻ ഹി ഹാവ് റിട്ടൺ. അവന് എഴുതാമായിരുന്നില്ലേ. കുഡിൻ ഹി ഹാവ് ഗോൺ, കുഡിൻ ഹി ഹാവ് ഗോൺ. അവന് പോകാമായിരുന്നില്ലേ. കുഡിൻ ഹി ഹാവ് ഹെൽപ്ഡ്, അവന് സഹായിക്കാമായിരുന്നില്ലേ. കുഡിൻ ഹി ഹാവ് കട്ട് ദ ട്രീ, അവന് ആ മരം മുറിക്കാമായിരുന്നില്ലേ. കുഡിൻ ഹി ഹാവ് ബ്രോട്ട് എ ബുക്ക്, അവന് ഒരു പുസ്തകം കൊണ്ടുവരാമായിരുന്നില്ലേ. കുഡിൻ ഹി ഹാവ് സങ്, കുഡിൻ ഹി ഹാവ് സങ്. അവന് പാടാമായിരുന്നില്ലേ. അടുത്തത് ഷീ വെച്ച്, ഷീ, അവൾ, സിംഗുലർ ആണ്, ഇത് തന്നെ ഉപയോഗിക്കുക. കുഡിൻ ഷീ ഹാവ് റിട്ടൺ, കുഡിൻ ഷീ ഹാവ് റിട്ടൺ. അവൾക്ക് എഴുതാമായിരുന്നില്ലേ. കുഡിൻ ഷീ ഹാവ് ഗോൺ, അവൾക്ക് പോകാമായിരുന്നില്ലേ. കുഡിൻ ഷീ ഹാവ് ഹെൽപ്ഡ്, അവൾക്ക് സഹായിക്കാമായിരുന്നില്ലേ. കുഡിൻ ഷീ ഹാവ് കട്ട് ദ ട്രീ, അവൾക്ക് ആ മരം മുറിക്കാമായിരുന്നില്ലേ. കുഡിൻ ഷീ ഹാവ് ബ്രോട്ട് എ ബുക്ക്, അവൾക്കൊരു പുസ്തകം കൊണ്ടുവരാമായിരുന്നില്ലേ. കുഡിൻ ഷീ ഹാവ് സങ്, അവൾക്ക് പാടാമായിരുന്നില്ലേ. അടുത്തത് ദേ വെച്ച്, ദേ, അവർ അല്ലെങ്കിൽ ഇവർ. കുഡിൻ ദേ ഹാവ് റിട്ടൺ, കുഡിൻ ദേ ഹാവ് റിട്ടൺ. അവർക്ക് എഴുതാമായിരുന്നില്ലേ. കുഡിൻ ദേ ഹാവ് ഗോൺ, അവർക്ക് പോകാമായിരുന്നില്ലേ. കുഡിൻ ദേ ഹാവ് ഹെൽപ്ഡ്, അവർക്ക് സഹായിക്കാമായിരുന്നില്ലേ. കുഡിൻ ദേ ഹാവ് കട്ട് ദ ട്രീ, അവർക്ക് ആ മരം മുറിക്കാമായിരുന്നില്ലേ. കുഡിൻ ദേ ഹാവ് ബ്രോട്ട് എ ബുക്ക്, അവർക്കൊരു പുസ്തകം കൊണ്ടുവരാമായിരുന്നില്ലേ. കുഡിൻ ദേ ഹാവ് സങ്, അവർക്ക് പാടാമായിരുന്നില്ലേ. ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ഇത് 3 നമ്മൾ കണ്ടു കഴിഞ്ഞു. വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്. ഐ വുഡ് ഹാവ് ഗോൺ, ഞാൻ പോകുമായിരുന്നു.
ഐ ഷുഡ് ഹാവ് ഗോൺ, ഞാൻ പോകണമായിരുന്നു. ഐ കുഡ് ഹാവ് ഗോൺ, എനിക്ക് പോകാമായിരുന്നു. യു വുഡ് ഹാവ് കം, നീ വരുമായിരുന്നു അല്ലെങ്കിൽ നീ വന്നേനെ. യു ഷുഡ് ഹാവ് കം, നീ വരണമായിരുന്നു. യു കുഡ് ഹാവ് കം, നിനക്ക് വരാമായിരുന്നു. ഈ രീതിയിലും നിങ്ങൾ ഒരുമിച്ചും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ 4 വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഐ കുഡ് ഹാവ് റിട്ടൺ, എനിക്ക് എഴുതാമായിരുന്നു. കുഡ് ഐ ഹാവ് റിട്ടൺ, എനിക്ക് എഴുതുവാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് എഴുതാമായിരുന്നോ. ഓക്കെ, ഐ കുഡിന്റ് ഹാവ് റിട്ടൺ, എനിക്ക് എഴുതുവാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് കണ്ടത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ അവസാനത്തെ വാചകം കുഡിന്റ് ഐ ഹാവ് റിട്ടൺ, എനിക്ക് എഴുതാമായിരുന്നില്ലേ. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, അല്ലാതെ ഭാഷ പഠിക്കാൻ കഴിയില്ല. വീഡിയോ കോളൊക്കെ നടത്തി പ്രാക്ടീസ് ചെയ്യുക. ഇനി വേർബിന്റെ ലിസ്റ്റ് ഉണ്ട്, കുറച്ച് വേർബ്സ് എല്ലാ ദിവസവും പഠിക്കുക. ഇപ്പോൾ കുറെ വേർബ്സ് പഠിച്ച് കാണും. അതോടൊപ്പം പുതിയ വേർബ്സ്, ലിസ്റ്റിൽ ഇല്ലാത്ത വേർബ്സും പഠിക്കുക. അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ ഉച്ചാരണവും അർത്ഥമൊക്കെ പഠിക്കുക. അങ്ങനെ ഭാഷ കൂടുതൽ സമ്പന്നമാക്കാൻ നോക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളിലെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്,
ഇത് വേറെ രീതി റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 14ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ഒരുപോലെ തന്നെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ്ഒ, ഇഎസ്ഒ, ഐഎസ്ഒ ഒക്കെ കൂട്ടിച്ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Do, did, done, fall, fell, fallen, forget, forgot, forgotten, give, gave, given, forgive, forgave, forgiven, go, went, gone, hide, hid, hidden. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? 7 വെർബുകളും മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് ഫോം, പാസ്റ്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇതിനുള്ള വെർബുകളൊക്കെ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് തുടങ്ങാം. പ്രിഫർ, പ്രിഫേർഡ്, പ്രിഫേർഡ്, പുഷ്, പുഷ്ഡ്, പുഷ്ഡ്, റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്, റിയലൈസ്, റിയലൈസ്ഡ്, റിയലൈസ്ഡ്, remain, remained, remained, relax, relaxed, relaxed, rescue, rescued, rescued, remove, removed, removed, rinse, rinsed, rinsed, risk, risked, risked, ruin, ruined, ruined, shiver, shivered, shivered, slow, slowed, slowed, smell, smelled, smelled. സ്മെൽറ്റ്, സ്മെൽറ്റ് എന്നും കൂടി അതിന് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റർ, സ്റ്റേർഡ്, സ്റ്റേർഡ്, ട്രെയിൻ, ട്രെയിൻഡ്, ട്രെയിൻഡ്, ട്രസ്റ്റ്, ട്രസ്റ്റഡ്, ട്രസ്റ്റഡ്, ടിസ്റ്റ്, ടിസ്റ്റഡ്, ടിസ്റ്റഡ്, വിപ്പ്, വിപ്ഡ്, വിപ്ഡ്, യാൺ, യാൺഡ്, യാൺഡ്, യെൽ, യെൽഡ്, യെൽഡ്, സപ്പോർട്ട്, സപ്പോർട്ടഡ്, സപ്പോർട്ടഡ്. അപ്പൊ ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇവയെല്ലാം പഠിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില വെർബുകൾ പ്രസന്റ് ഫോമിൽ സിംഗുലർ എഴുതുമ്പോൾ ഐ ഇ എസ് നോ അല്ലെങ്കിൽ ഇ എസ് നോ ഒക്കെ ആയിരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം ഡു, ഡസ് അല്ലെ, ഇ എസ് നേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. ചില വെർബുകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ടാകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുന്നത് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ.